ഏറ്റവും കൂടുതൽ ഞാൻ മാർക്ക് കൊടുക്കുന്നത് 100% വിജയ് ഫാൻസിന് തന്നെ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിയേറ്ററുള്ളതുകൊണ്ട് ഈ ഒരു മമ്മൂട്ടി സിനിമ വരുമ്പോഴും ഒരു മോഹൻലാൽ സിനിമ ഒരു വിജയ് സിനിമ വരുമ്പോഴും ഇവരെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. ഇപ്പോൾ വിജയ് ഫാൻസിൻ്റെ സിനിമ വന്നാൽ ആ തിയേറ്ററിൽ നിൽക്കുന്ന സ്റ്റാഫിനെല്ലാം ഇവർ രാവിലെ മുതലുള്ള ഭക്ഷണം, ഉച്ചക്കുള്ള ഭക്ഷണം, അവർക്കുള്ള ബാറ്റാസ്, എക്സ്ട്രാസ് ഒക്കെ ഇവർ കൊടുക്കുന്നുണ്ട്. സ്റ്റാഫുകളെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും അവരുടെയൊക്കെ ശമ്പളമൊന്നും വലിയ ഇതിലല്ല. ഓപ്പറേറ്റർക്കൊക്കെ പോലും 20,000 രൂപയൊക്കെ താഴെ വാങ്ങുന്ന ഓപ്പറേറ്റർമാരും ഉണ്ട്. കാര്യം പഴയ ഓപ്പറേറ്റർമാരാണ്. അവർക്കിപ്പോൾ പണ്ട് സ്പ്രോക്കറ്റും കാർബണിലൊക്കെ ഓടിച്ചവർക്ക് വേറെ ഈ യോഫോൻ്റെ ഈ പരിപാടികളൊന്നും വന്നാലും അവർ നിന്ന് പഠിച്ചിട്ട് വേറെ ഒന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ നിർത്തിയിരിക്കുന്ന പഴയ ഓപ്പറേറ്റർമാർ ഉണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചൊരു 20,000 24,000 രൂപയൊക്കെ ആയിരിക്കും അവർക്ക് ശമ്പളം. അപ്പോൾ എന്നാലും അവർക്ക് ജോലി വേണം മസ്റ്റായിട്ട്. ഈ സിനിമയിലുള്ള വേറെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയിൽ ഓപ്പറേറ്റർമാരായവരെ നോക്കിക്കോട്ടോ, അവർ വേറെ ജോലിക്കൊന്നും പോകത്തില്ല. അവരുടെ ഒരു ഉള്ളിൽ ചിന്ത എന്ന് പറഞ്ഞാൽ ഇവരൊക്കെയെല്ലാം ഞാൻ സിനിമ ഓടിച്ചിട്ടാണ് എന്നുള്ളൊരു ചിന്ത. ഒരുപാട് പേരോട് ഞാൻ ഇൻട്രാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെയുള്ളവർ വരുമ്പോൾ അവരെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള കുറേ ഞങ്ങളുടെ അടുത്ത് പറയാൻ പറ്റുള്ളൂ, ഞങ്ങളുടെ അടുത്തുള്ള കുറേ ഈ പാവപ്പെട്ടവരെ പ്രായമായവരൊക്കെ അവർക്കൊക്കെ ഭക്ഷണവും അതും ഇതുമൊക്കെ ഈ പടത്തിൻ്റെ റിലീസുമായിട്ട് ബന്ധപ്പെട്ടും അല്ലാണ്ടുമൊക്കെ ചെയ്യുന്നത്. മമ്മൂക്ക ഫാൻസും ലാലേട്ട ഫാൻസും ഒക്കെ ചെയ്തിട്ടുണ്ടോ. അതിലെനിക്ക് കുറച്ചുകൂടെ തോന്നിയിരിക്കുന്നത് ആഘോഷമാക്കുന്നതിനോടൊപ്പം അവരതനുസരിച്ച് ചാരിറ്റിയും ചെയ്യുന്നുണ്ട് ഫാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയത് പോക്കിരാജ കൊണ്ട് കിട്ടിയത് എന്ന് വെച്ചാൽ ആ ഒരു ഫാൻസിന്, എൻ്റെ ഫാൻസിന് കിട്ടി. വിജയുടെ പടം വേലായുധം കാവലൻ ചെയ്തപ്പോൾ എനിക്ക് അവിടെ എന്നെ ഇപ്പോഴും വിളിക്കുന്ന ഒരു പേരുണ്ട്, ഫിൻസ്റ്റാർ. എനിക്ക് അവിടെ കാര്യം ഞാൻ കാവലൻ അഭിനയിക്കുമ്പോൾ വിജയ് എല്ലാ സിനിമയിലും കാവലൻ കണ്ടോ പടം? കാര്യം വിജയ് എന്നൊരു സൂപ്പർ സ്റ്റാറിനെ എല്ലാ പടത്തിലും അയാൾ അടിക്കൊണ്ട് തോറ്റിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ ചെയ്ത പളനി എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ നിന്ന് അടി വാങ്ങിയിട്ടാണ് അയാൾ ഫൈനൽ ക്ലൈമാക്സിൽ അടിച്ച് താഴെയിട്ടിട്ടാണ് ഞാൻ പോരുന്നത്. എൻഡ് ഓഫ് ദ ഇതിനെ ഞാൻ ട്രെയിനിൽ കയറി വന്നിട്ട് ഞാൻ പറയും എന്നെ പേടിച്ചിട്ടാണ് കയറുന്നത്. കാര്യം ആ ഒരു ക്യാരക്ടറിനെ അയാൾ പേടിക്കുക. ആ ക്യാരക്ടർ ആ പടം വലിയ ഹിറ്റായിരുന്നു. ഒരു 3-4 പടം അതിനു മുമ്പ് അത്രയും വലിയ ഹിറ്റില്ല. അപ്പോൾ കാവലൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹിറ്റായി. അപ്പോൾ എനിക്ക് വിജയിനെ ഞാൻ അടിച്ചു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സെൻസിറ്റീവ് ആൾക്കാരാണല്ലോ. ഒരു ദിവസം ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ചേരി സ്ഥലത്ത് വെച്ചിട്ട് എന്നെ കണ്ടിട്ട് കുറച്ച് ആൾക്കാർ കയറി വെള്ളം വരുന്നവരെ ഉടക്കി. അപ്പോൾ അതിലൊരു നേതാവർത്തനുണ്ടായിരുന്നു. അതാകുമ്പോൾ ഇത് നമ്മ വിൻസ്റ്റാറാ എന്നാന്ന് പറഞ്ഞിട്ട് ആ ഒരു ഗ്യാങ് പിന്നെ എന്നെ വിൻസ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എല്ലാ പടത്തിനും വിളിക്കും. പിന്നെ ഞാൻ വേലായുധം ചെയ്തു. അപ്പോൾ വേലായുധം ചെയ്തപ്പോൾ അതെൻ്റെ ഒരു വിജയ് ടീമാണ്. അപ്പോൾ അവർ ഫുൾ സപ്പോർട്ടായി. അങ്ങനെ ഒരു ഫുൾ വലിയ ഗ്യാങ് എനിക്കിപ്പോഴും തമിഴിലുണ്ട്. അതേ സെയിം തന്നെ വിജയ് ഫാൻസിൻ്റെ ഇവിടുത്തെ പിള്ളേരും വിജയ് സാറിൻ്റെ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ വലിയൊരു ഫാൻസ് ഉണ്ട്. ആ ഫാൻസ് നാളെ വലിയൊരു പ്രോഗ്രാം നടക്കാൻ പോകുന്നുണ്ട്. എൻ്റെ ഫാൻസ് സപ്പോർട്ട് നമ്മുടെ പടം സപ്പോർട്ട് ചെയ്യാൻ പോകണം. ഫസ്റ്റ് ടൈം ഒരു പടം സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് ഓൾ ജില്ലയിലെ വെച്ചിട്ട് നാളെ ഒരു വലിയ പ്രോഗ്രാം വെച്ചിട്ടുണ്ട്. വിജയ് സപ്പോർട്ട് കൂടോത്രം ആൻഡ് ബൈജു എഴുപന്ന. അപ്പോൾ അത് നാളെ 14 ജില്ലയിൽ നിന്നും അവരുടെ പരിപാടി വന്നിട്ട് എറണാകുളത്ത് വെച്ചിട്ട് ഇതും അവരൊരു പ്രസ് മീറ്റും വെച്ചിട്ടുണ്ട്. എന്നാൽ അത് ഈ ജനനായകൻ്റെ ഇങ്ങനത്തെ പ്രശ്നവും പിന്നെ അത് എൻഡ് ഓഫ് ദ ലാസ്റ്റ് പടമല്ലേ പുള്ളിയുടെ. അപ്പോൾ അവരെയും ഞാൻ കുറേ സപ്പോർട്ട് ചെയ്ത് കുറേ കാര്യങ്ങൾ അവരോടൊപ്പം പോയി ചെയ്തിട്ടുണ്ട്. ഈ 2 പടം ഇറങ്ങിയപ്പോൾ അവരുടെ ചാരിറ്റി പരിപാടികളൊക്കെ എല്ലാം ഞാനായിരുന്നു പോയി ഇനാഗുറേറ്റ് ചെയ്യുകയും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കം ടു നമ്മുടെ ഇതിലേക്ക് എങ്ങനെ വിജയുടെ പടം അവർ തിയേറ്ററിൽ ആഘോഷമാക്കാൻ പോകുന്നു, അതുപോലെ നമ്മുടെ സിനിമയും അവരാഘോഷമാക്കാൻ പോകും. അപ്പം ഞാൻ വിശ്വസിക്കുന്നൊരു നല്ല സമയം ഇതാണ്, നിൻ്റെ റൈറ്റ് ടൈം എന്ന് പറഞ്ഞ പോലത്തെ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ ഇതെല്ലാം നമ്മളിലേക്ക് ഇങ്ങോട്ട് വന്നു ഭവിക്കും. ഒരു റൈറ്റ് ടൈം വരുമ്പോഴാണല്ലോ ഇങ്ങനെ. അല്ലെങ്കിൽ ഒരു എൻ്റയർ ഫാൻസ് എന്ന് പറയുന്നത് ഒരു ചെറിയ സ്ട്രെങ്ത് അല്ല, ഒരു വലിയ സ്ട്രെങ്ത്താണ്. അപ്പോൾ അവർ നമ്മളെ എങ്ങനെ അങ്ങ് ഇത് ചെയ്യാൻ പോകും. നാളെ ഞാൻ എല്ലാ ചാനലും നമ്മുടെ പ്രൊമോഷൻ ടീമിൽ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓൾ ചാനൽസ് എല്ലാം വരുന്നുണ്ട് അതിൻ്റെ ന്യൂസ് എല്ലാം കവർ ചെയ്യാനായിട്ട്.
നല്ല ബന്ധമുണ്ട്. നല്ല ബന്ധമുണ്ട്. ഞാൻ വിജയുടെ കൂടെ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ കുറേ സ്ഥലങ്ങൾ ഇതുപോലെ വിജയ് നമ്മളിങ്ങനെ ഈ ചാരിറ്റിയുടെ വലിയ പരിപാടികളും അതിനും ഇതിനും ഒക്കെ ഞാൻ ബാക്കിങ് അവിടെ നടക്കുന്നുണ്ട്. എൻ്റെ ഉള്ള പേഴ്സണൽ നമ്പറും ഉണ്ട് വിജയുടെ. ഇപ്പോൾ വരെയുള്ള പേഴ്സണൽ നമ്പറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ ആ ജനനായകൻ്റെ ആ ടൈമിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചു, ജസ്റ്റ് കോൾ ചെയ്തിരുന്നു, അത്രയേ ഉള്ളൂ. എന്ന് വെച്ചാൽ അത് ഞാൻ മിസ്യൂസ് ചെയ്യാറില്ല, അങ്ങനെ വിളിക്കാറുമില്ല, അങ്ങനെയില്ല. ഓക്കെയാണ്. എല്ലാവരായിട്ടും നല്ല ബന്ധമുണ്ട്. ഇപ്പോൾ ഈ കൂടോത്രം നമ്മുടെ ഫസ്റ്റ് ലുക്കിൻ്റെ ഇത് മമ്മൂക്കയും ലാലേട്ടൻ്റെയും പേജിലൂടെയാണ്. ഇപ്പോൾ മഞ്ജു ആര് ചെയ്തു, ഡി ക്യു എന്നോട് പറഞ്ഞു, ചേട്ടാ ഞാൻ എൻ്റെ സിനിമയല്ലാതെ നമ്മുടെ വേഫെയർ അല്ലാത്ത ഒറ്റ സിനിമയും ഞാൻ പ്രൊമോട്ട് ചെയ്യാറില്ല ചേട്ടാ, ചേട്ടനായതുകൊണ്ട് മാത്രം. അപ്പോൾ അതൊക്കെ നമ്മൾ ഇത്രയും വർഷം ഉണ്ടാക്കിയ ആ ബന്ധങ്ങളിൽ നിന്ന് കിട്ടിയ ഒരു സംഭവമാണ്. അപ്പോൾ അതൊക്കെ ഞാൻ എൻജോയ് ചെയ്യുന്നു. അതൊരു ഇന്റർവ്യൂല് ഇങ്ങനെ വായിച്ചിരുന്നു, ഈ മമ്മൂട്ടിയായിട്ട് ബിയോണ്ട് പ്രൊഫഷണൽ ഒരു ബോണ്ടിങ് അല്ലാണ്ട് പേഴ്സണൽ സർക്കിളിൽ ഞാൻ മമ്മൂക്കിനെ എഴുപതിന് തിരകൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്യണ സമയം മുതലുള്ള തുടങ്ങിയ ഒരു ബന്ധമാണ് അത്. ഞാൻ മമ്മൂക്കയുടെ കൂടെ ട്രാവലെല്ലാം ചെയ്യാറുണ്ട്. മമ്മൂക്കയുടെ കൂടെ ഞാൻ ദുബായ് അബുദാബിയൊക്കെ അങ്ങനെ ഇത് ചെയ്യാറുണ്ട്. പിന്നെ 1-2 ഇൻസിഡൻറ്റ്. ഞാൻ നല്ല ഫിഷൊക്കെ, ഞങ്ങളുടെ മെയിൻ പരിപാടി അതാണല്ലോ, ചെമ്മീൻകെട്ടാണ്. അത്യാവശ്യം അമ്മച്ചിയൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്യും, വൈഫും അങ്ങനെ ഒക്കെ. ഇപ്പം ഞാൻ ഫുഡെല്ലാം മമ്മൂക്കൊക്കെ ഇഷ്ടമുള്ള ടൈപ്പ് ഓഫ് ഫിഷും കാര്യങ്ങളൊക്കെ, സീ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഫിഷിൽ തുടങ്ങിയ ബന്ധമല്ല അത്. എനിക്ക് 70 തരകം മുതൽ ഞാൻ ആ സമയം മുതൽ തുടങ്ങിയ ബന്ധം. അണ്ണൻ തമ്പി എന്ന് പറഞ്ഞ സിനിമ മുതൽ ഞാൻ എൻ്റെ തിയേറ്ററിൽ റിലീസിങ് വന്ന മുതൽ മമ്മൂക്കിന് 5-6 സിനിമകളുടെ ഓപ്പണിംഗ് ഷോട്ട് ആൾക്കാരുടെ ആരവും കാര്യങ്ങളും ഞാൻ വിളിക്കും. മമ്മൂക്ക ഇപ്പോൾ ഇറങ്ങും കേട്ടോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പുള്ളി കേട്ടുന്നേ ഫോണിലൂടെ. അപ്പം അങ്ങനെ ഒരു ബന്ധമാണ്. ഒരു ദിവസം ഈ ബന്ധങ്ങളുണ്ട്. കൂടുതൽ ബന്ധം അടുത്തതെന്ന് വെച്ചാൽ ഒരു ദിവസം മധുരാജയുടെ ഷൂട്ടിങ്ങിന് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ നാളെ 70. അപ്പം ഞാൻ മമ്മൂക്ക എന്തൊക്കെയാണ് മമ്മൂക്കൊക്കെ വേണ്ട ഫുഡ്, ഫിഷ് ഇതൊക്കെ എന്തൊക്കെയാണ് വേണ്ടത് ചോദിച്ചു. അപ്പോൾ മമ്മൂക്ക പറഞ്ഞു, എന്നാ ഫിഷ് ഞാൻ കുക്ക് ചെയ്തിട്ട് ഞാൻ അവിടെ കൊണ്ടേ ഏൽപ്പിച്ചു. അപ്പം എനിക്ക് ഡബ്ബിങ് നടക്കണ്ട, പാരൽ മധുരാജയുടെ ഡബ്ബിങ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ കൊണ്ട് ഏൽപ്പിച്ചു. അവർ പറഞ്ഞു, മമ്മൂക്കൊക്കെ നിങ്ങൾ വന്നത് കൊടുത്താലേ അത് ഇതാവുള്ളൂ കേട്ടോ, 70 അല്ലേ. ഞാൻ പറഞ്ഞു, നമ്മുടെ പടം തന്നെ ഡബ്ബിയല്ല, എത്രയും പെട്ടെന്ന് നടന്നു വന്നു. ഞാൻ അവിടെ ചോദിച്ചിട്ട് വന്നിട്ട് ഡബ്ബിങ് നിർത്തി വിടുമെന്ന്. ഞാൻ ഫുഡെല്ലാം എടുത്ത് അവിടെ വെച്ചു. തിരിച്ച് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. കാറിൽ കയറുന്ന സമയത്ത് എൻ്റെ കാലിൽ അണലി പാമ്പ് കടിച്ചിട്ട് ഞാൻ വീട്ടിൽ എത്തിയപ്പോൾ കാലിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ട്, സ്നേക്ക് ബിറ്റ് അതുണ്ട്. അപ്പോൾ മോള് പറഞ്ഞു, അപ്പോൾ ഇതാണ്. ഞാൻ നേരെ തന്നെ അങ്ങനെ ലേക്ക് ഷോറിൽ പോയി. അങ്ങനെ നേരെ ICUവിൽ പോയി. 2 ദിവസം ICUവിലൊക്കെ ആയിരുന്നു. അപ്പോൾ മധുരാജ ഷൂട്ടപ്പോൾ നടന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ എല്ലാ ഷോട്ടിലും ഞങ്ങൾ 4 പേരും വേണം. പുള്ളി ആ ക്യാരക്ടർ അങ്ങനെയാണല്ലോ, രാജ നടക്കുന്നിടത്ത് ഞങ്ങൾ 4 പേരാണ്. അപ്പോൾ അന്ന് നടന്നില്ല, ഒരു ദിവസം എന്നെ കണ്ടില്ല. അത് കഴിഞ്ഞിട്ട് പുള്ളി അറിയണേ ഇങ്ങനെ എന്നെ പാമ്പ് കടിച്ചു എന്നും ഇതെല്ലാം ഇത് ചെയ്തു. പക്ഷെ ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അവിടെ നിന്ന് ചോദിച്ചു, ഡോക്ടർമാർ പറഞ്ഞു നിങ്ങൾ സ്വന്തം ഇഷ്ടത്തിലേ പോകാൻ പാടുള്ളൂ, ഇനി ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ അതിൻ്റെ ഇഞ്ചക്ഷനെല്ലാം ബാക്കിയുണ്ട്. പക്ഷെ അവിടെ ഷൂട്ട് മുടങ്ങുമെന്ന് കരുതി ഞാൻ അവിടെ പോയി. മമ്മൂക്ക കുറച്ചേരം മിണ്ടാണ്ടൊക്കെ ആയിരുന്നു, പുള്ളിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അതിനുശേഷം ഒരു ദിവസം എൻ്റെ അടുത്ത് മാമാങ്കം ചെയ്യുമ്പോൾ ചോദിച്ചു, ഞാൻ നമുക്ക് അബുദാബി ദുബായിക്ക് പോകണം, നീ വരുന്നോ എന്ന് ചോദിച്ചു. അങ്ങനെ കുറേ ഇങ്ങനെ കൊണ്ട് കിടന്ന്. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മ, DQ വന്നാൽ താമസിക്കുന്ന ആ സെയിം റൂമിൽ കൊണ്ടാക്കി. അങ്ങനെ പുള്ളി അങ്ങനെ ഒരു ഭയങ്കര കെയറിങ് അങ്ങനെയുണ്ട്. അതിപ്പോഴാണെങ്കിലും ഞാൻ ഈ കോവിഡിൻ്റെ ടൈം മമ്മൂക്കിനെ കാണാൻ ചെന്നു, കുറച്ച് പൈസയൊക്കെ ആയിട്ട്. അപ്പോൾ എന്നെ കുറേ വഴക്ക് കിട്ടും. അപ്പോൾ കോവിഡിന് ഒരാളില്ല, കോവിഡ് ഭയങ്കര സ്ട്രോങ് അങ്ങനെ നിൽക്കുന്ന സമയത്താണ്. എന്നോട് പറഞ്ഞു, നീ എന്തിനാ ഇങ്ങനെ നടക്കുന്നത്? എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ അല്ലാണ്ട് ഞാൻ ആര് വന്നാലും പുറത്തിറങ്ങി വരില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള കുറേ. ഇപ്പോൾ എൻ്റെ മോളുടെ കല്യാണത്തിന് എല്ലാവരും പറഞ്ഞു ക്ലൈമാക്സാണ് ബൈജു, അത് പുള്ളിക്കാരൻ എപ്പോഴെങ്കിലും വന്നോളും, ബൈജു സങ്കടപ്പെടരുത് കേട്ടോ പുള്ളി വന്നില്ലെങ്കിലും. അങ്ങനെ അപ്പോൾ എല്ലാവരും എൻ്റെ മോളുടെ കല്യാണത്തിന് മമ്മൂട്ടി വരും അപ്പോൾ ഉറപ്പായിട്ടും വരുമെന്ന് ചിന്തിക്കുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, മമ്മൂക്ക വരത്തില്ല, ക്ലൈമാക്സാണ്, മമ്മൂക്കൊക്കെ വരാൻ പറ്റത്തില്ല, പുള്ളി പോന്നു കഴിഞ്ഞാൽ നടക്കത്തില്ലല്ലോ. പക്ഷേ ഞാൻ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ മമ്മൂക്ക കറക്റ്റ് 7:30 പരിപാടിക്ക് കറക്റ്റ് വന്ന് പുള്ളി പുറത്ത് വണ്ടി ഇട്ടിട്ട്
സെയിം ടൈമിൽ പുള്ളിക്കാരൻ കയറി വന്നു. ഫാമിലിയുടെ ത്രൂ ഔട്ടുള്ള വൈഫിൻ്റെ സപ്പോർട്ടുണ്ട്. എസ്പെഷ്യലി പഴയ കാലം പറഞ്ഞല്ലോ, അന്നൊക്കെ ഈ സിനിമയിലെ കാണുന്ന ഒരു ഗുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ വരുന്ന ജീവിതത്തിലും ഒരു ദുഷ്ടനായിരിക്കും എന്നൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയമാണ്. ആ ഒരു സപ്പോർട്ടും ആ കാലം എനിക്കിപ്പോൾ എൻ്റെ ഇൻ്റർവ്യൂസൊക്കെ നിങ്ങളെടുത്ത് നോക്കിയാൽ അതിനകത്തുള്ള കമൻസിലൊക്കെ എവിടെയെങ്കിലും ഒരു നെഗറ്റീവ് കമൻറ്റ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് അത്രയും കമൻസ് ഉള്ള ഒരുപാട് കിടക്കുന്നുണ്ട്. എന്നെ ഒരു ഫാമിലി മാനായിട്ട് തന്നെയാണ് എന്നെ കണ്ടിരിക്കുന്നത്. ഞാൻ ഈ 36-37 വർഷമായിട്ട് ഒരാളോട് അപമര്യാദയായിട്ട് പെരുമാറിയെന്നോ അല്ലെങ്കിൽ അങ്ങനെ നോക്കിയെന്നോ അങ്ങനെ നോക്കത്തില്ല. ഞാൻ അന്നേ മുതൽ ഞാനങ്ങനെ നോക്കിപ്പോകുന്ന ഒരാളാണ്. ഞാൻ ഒരു മിസ്ബിഹേവ് ചെയ്യാറില്ല, ആരുടെ അടുത്തും ജാട കാണിക്കാറില്ല. എനിക്കെൻ്റെ ഇമ്പോർട്ടൻ്റ് ഞാൻ എപ്പോഴും പറയും, എൻ്റെ വൈഫാണ്. ഞാൻ അവളോടെല്ലാം തുറന്നു പറയാറുണ്ട്. അവൾക്ക് നന്നായിട്ട് അറിയാം. മക്കളോടാണെങ്കിലും മക്കളെ ഇതുപോലെ തന്നെ ഞാൻ എന്നെ പറയില്ല, ഇവനൊന്നും ആയില്ല, സിനിമ കളിച്ചിരുന്നു. എൻ്റെ മക്കളെ രണ്ടുപേരും ഞാൻ ഡോക്ടറാക്കി. മോളിപ്പോൾ PG കഴിഞ്ഞു, മോനിപ്പോൾ 4th ഇയർ MBBS പഠിക്കുന്നു. അവരും സിനിമയിൽ എഴുത്തും പരിപാടികളുണ്ടെങ്കിൽ ഞാൻ പറയാൻ പറ്റത്തില്ലല്ലോ, ഞാൻ അവളെ കൊണ്ട് പറയിപ്പിക്കുക. പഠിത്തം കഴിയിട്ട് എന്നിട്ട് മതിയെന്ന് പറയും. കാര്യം അപ്പം പിന്നെ അപ്പനല്ലേ പറയണത്, അതിൻ്റെ അപ്പൻ എന്ത് സിനിമയിലല്ലേ പോയെന്ന് ചോദിക്കുന്നത്. ഇപ്പോൾ ചോദിക്കത്തില്ല പിള്ളേർ. അപ്പോൾ അങ്ങനെ അവളെ കൊണ്ട് തന്നെ എല്ലാ പരിപാടികളും ചെയ്യിപ്പിക്കും. സപ്പോർട്ടാണ്, വൈഫ് സപ്പോർട്ടാണ്. ഇപ്പോഴും ഫുൾ അവിടെ വന്നിരിക്കുന്നുണ്ട്. ഇപ്പോൾ എന്ന് വെച്ചാൽ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കുടുംബത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചു ആരാ ഹീറോ എന്ന്. എൻ്റെ ഹീറോ എൻ്റെ വൈഫാണെന്ന് പറഞ്ഞു. സീരിയസ്ലി ഞാൻ ഉള്ളതുകൊണ്ട് പറഞ്ഞു, എൻ്റെ വൈഫാണ് എൻ്റെ ഹീറോ. മമ്മൂട്ടിയൊക്കെ എൻ്റെ ഓക്കെയാണ്, പക്ഷേ എൻ്റെ റിയൽ ലൈഫിൽ എൻ്റെ ഹീറോ ആരാണ് സൂപ്പർ സ്റ്റാർ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മമ്മൂട്ടി, മോഹൻലാലും വിജയുടെ കൂടെയൊക്കെ സൂപ്പർ സ്റ്റാറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ സൂപ്പർ സ്റ്റാർ എൻ്റെ ജീസസാണ്. എൻ്റെ ഹീറോ എൻ്റെ വൈഫും എൻ്റെ സൂപ്പർ സ്റ്റാർ എൻ്റെ ജീസസുമാണ്.